ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്രൂരന്മാരായ ഒരുപാട് രാജാക്കന്മാർ ഈ പ്രപഞ്ചത്തെ ഭരിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരെല്ലാവരും സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മോഹിച്ച രാജാക്കന്മാരായിരുന്നു. അവർക്കു തടസ്സമായി നിന്നവരെ അവർ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. ലോകത്തുടനീളം അനീതിയും അക്രമവും കളിയാടി. എവിടെ നോക്കിയാലും വേദനകളും പീഡനങ്ങളും മാത്രം. ഭൂമിദേവി ബ്രഹ്മാവിന്റെ സഹായം തേടി. ഭഗവാന്റെ അധികാരത്തിന്റെ കീഴിൽ ഒരു ലോകം സൃഷ്ടിക്കാൻ അവർ ആവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളുടെ ചുമതലയേറ്റിരുന്ന ദേവന്മാർ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോടൊത്ത് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അദ്ദേഹത്തോട് അപേക്ഷിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ഭൂമിയിൽ അവതരിക്കുവാനുള്ള സമയമായി. നന്മയെ സംരക്ഷിക്കുവാനും തിന്മയെ നശിപ്പിക്കുവാനും. വിഷമിക്കേണ്ട, നിങ്ങളുടെ ഭാരത്തെ ഞാൻ അകറ്റുന്നതായിരിക്കും. കൃഷ്ണ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഹംസയെ മാതാവിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ എനിക്കിന്ന് കഴിഞ്ഞില്ല. ഇവള് പാല് മുഴുവൻ കുടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യരുത് ഹംസി. നീ എന്റെ കൃഷ്ണനെ കുഴപ്പത്തിലാക്കരുത്. ശ്രദ്ധിക്കണേ കൃഷ്ണ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും സന്ധ്യയാകും വരെ. കൃഷ്ണ, കൃഷ്ണ, ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്ക്. അമ്മ ഇത് എന്റെ സഞ്ചിയിൽ വെച്ചില്ലല്ലേ? അല്ല അല്ല, നിനക്ക് വേണ്ടിയല്ല മധു. ഞാൻ പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന ഈ രസഗുളകൾ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് കൃഷ്ണൻ മാത്രമേ തിന്നാവൂ. വേഗം പോ, നിനക്കുള്ളത് രാവിലെ തന്നെ തന്നിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ഓ കോമള, നീ കുറച്ച് മധുവനം കൊടുക്ക്. അത് ശരിയാണ്, അവരെ പറഞ്ഞത് കേട്ടോ? ഓ എന്റെ സുന്ദരനായ കുട്ടി, ഞാൻ നിനക്കൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്ക്, നിനക്ക് ഇഷ്ടമാവും. നല്ല മൃദുലമുള്ളതാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. കൃഷ്ണ, എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, ഞാൻ നിനക്ക് മതി മതി, ഇന്നത്തേക്ക് വേണ്ടതെല്ലാം ആയില്ലേ കൃഷ്ണ? ഇനി പോയിക്കോളൂ. പലഹാരം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണേ കൃഷ്ണ. ആവട്ടെ മാതാവേ. എല്ലാവരും എന്നോട് ദയ കാണിക്കുന്നു. മധുര പലഹാരങ്ങൾക്ക് നന്ദി. യശോദേ, നിന്റെ മകനൊരു പ്രത്യേക കഴിവുണ്ട്. അത് കണ്ടില്ലേ? അവന്റെ ഓടക്കുഴൽ നാദം കേട്ട് മറ്റു കുട്ടികളെല്ലാം നൃത്തം ചെയ്യുന്നു. രാവിലെ അവന്റെ മുഖം കാണാൻ എന്ത് രസമാ! താമര പോലുള്ള കണ്ണുകളും മനോഹരമായ പുഞ്ചിരിയും ദിവസം മുഴുവൻ മനസ്സിലുണ്ടാവും. ചമ്പ പറഞ്ഞത് ശരിയാണ്. ഓ യശോദേ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലും മറന്നു പോകുന്നു. എപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം. നീ ഭാഗ്യവതിയാണ് യശോദേ. കണ്ണൻ എന്റെ മകനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കും അങ്ങനെയാ. ബ്രഹ്മാവേ, ഞാൻ കണ്ടതെല്ലാം അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഈ ബാലകൻ കൃഷ്ണൻ അതീവ ശക്തിയുള്ള ഒരുവനായിരിക്കും. ഭാനോൻ, സൃഷ്ടി എന്ന പ്രവർത്തനം നടത്തുക എന്നതാണ് എന്റെ കടമ. എനിക്കുപരിയായ ശക്തി ലോകൈകനാഥനായ വിഷ്ണുവാണ്. തന്റെ വൈകുണ്ഠത്തിലെ വാസം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം